ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്റർ നെയിം ആൻഡ് നെയിംസ്, അതിലെ ഫുൾ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ മലയാളം എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇന്ന് നമ്മൾ പേജ് നമ്പർ 13 മുതൽ പേജ് നമ്പർ 20 വരെ 13 to 20 പേജിലുള്ള ഫുൾ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 13. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് മെസ്സേജസ് ആണ്. അത് നമുക്ക് മെസ്സേജസ് വായിച്ചു പോകാം. ഓൾട്ടർനേറ്റും അതേപോലെ കുഞ്ഞിച്ചിരുതയും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ മെസ്സേജാണ് ഉള്ളത്. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. അപ്പോൾ സ്കൂൾ അടച്ചു. കുഞ്ഞിച്ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ഓൾട്ടർനേറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. അപ്പം കുഞ്ഞിച്ചിരുത കേരളത്തിലേക്കും വന്നു, അവളുടെ ഫ്രണ്ട് ഓൾട്ടർനേറ്റ് ഫ്രാൻസിലുമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ നേറ്റീവ് പ്ലേസാണ്. കുഞ്ഞിച്ചിരുത കേരളയിലാണ്, ഓൾട്ടർനേറ്റ് ഫ്രാൻസിലുമാണ്. ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. ഹിയർ ഈസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് കുഞ്ഞിച്ചിരുത പറയുന്നത്, ഹായ് ഓൾട്ടർനേറ്റ്, ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്? എങ്ങനെയാണ്, സുഖമാണോ? ഹായ്, ഇറ്റ്സ് സോ നൈസ് ഹിയർ, ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു, ഹൗ ഈസ് കേരള? ഇവിടെ ഞാൻ നല്ല സ്വാദിഷ്ടമായ ഫുഡൊക്കെ, യമ്മി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് വിശേഷം എന്ന് ചോദിക്കണം. അപ്പോൾ കുഞ്ഞിച്ചിരുത, ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്, മിസ് യു ദോ. നല്ല സുഖമായിരിക്കുന്നു, കോക്കനട്ട് ട്രീസ് ഉണ്ട്, അമ്മയുടെ ദോശയുണ്ട്. അപ്പോൾ പറയും, ഓ മിസ് യു ടു, നിന്നെയും മിസ് ചെയ്യുന്നുണ്ട്. ഗസ് വാട്ട് ഐ ടോട്ട്. പിന്നെ നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാൻ പഠിപ്പിച്ചു എന്ന് ഓൾട്ടർനേറ്റ് പറയണം. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ്, ദാറ്റ്സ് അമേസിങ്, ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. നിൻ്റെ പേര് പറയാൻ ഞാൻ എൻ്റെ അമ്മയെയും പഠിപ്പിച്ചു. വോ, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഇൻ 2 weeks, 2 ആഴ്ചൻ്റെ ഉള്ളിൽ പോകും. വാട്ട് അബൌട്ട് യു? നിൻ്റെ കാര്യം എന്താണ്? ഡു യു മിസ് ന്യൂ ജേഴ്സി? നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. നിൻ്റെ കൂടെ, നിന്നെ പോലെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നതാണ് എനിക്ക് മിസ്സാവുന്നത്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. പിന്നെ ഐസ്ക്രീമും മിസ് ചെയ്യുന്നുണ്ട്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായാലും ഞാൻ 2 ആഴ്ചൻ്റെ ഉള്ളിൽ അവിടെ എത്തും. ഡീൽ, കാൺ വെയിറ്റ്, സീ യു സൂൺ. സീ യു സൂൺ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ അവർ തമ്മിലുള്ള മൊബൈൽ ചാറ്റാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? You wish to hang out with your friends this weekend. How will you plan for it? Sit in pairs and create a chat. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീക്കെൻഡ് ഫ്രണ്ടുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ, പുറത്ത് പോകാനൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാൻ ചെയ്യുന്ന മെസ്സേജസാണ്, കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? നീ എന്താണ് ഈ വീക്കെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഫ്രണ്ട് പറയും, ഐ ആം നോട്ട് ഷുവർ യെറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, നിനക്ക് ഹാങ് ഔട്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നിങ്ങൾ എന്താണ് പറയുക? ഒരു 5-6 കോൺവെർസേഷൻ എഴുതാനാണ് നമുക്ക് ആക്ടിവിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കിയാലോ? യെസ്, ലെറ്റ് us ഗോ ടു ദ പാർക്ക് ദിസ് സാറ്റർഡേ. എന്നാൽ നമുക്ക് ഈ ശനിയാഴ്ച പാർക്കിൽ പോയാലോ? അപ്പോൾ ഫ്രണ്ട് പറയാണ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. വാട്ട് ടൈം ഷാൾ വി മീറ്റ്? അതൊരു നല്ല കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് കാണുക? വാട്ട് ടൈം ഷാൾ വി മീറ്റ്? നമ്മൾ എപ്പോഴാണ് കാണുക? ലെറ്റ്സ് മീറ്റ് അറ്റ് 4 PM. നമുക്ക് വൈകുന്നേരം 4 മണിക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഓക്കെ, ക്യാൻ വി പ്ലേ ഫുട്ബോൾ ദർ? നമുക്കവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? അപ്പോൾ പറയാണ്, യെസ് ഐ വിൽ ബ്രിങ് ദ ബോൾ. യെസ് ഐ വിൽ ബ്രിങ് ദ ബോൾ. ഞാൻ പന്ത് കൊണ്ടുവരാം, ബോൾ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പന്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ്? യെസ് ഐ വിൽ ബ്രിങ് ദ ബോൾ എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് പറയുന്നത്, ഗ്രേറ്റ്, സൂപ്പർ ഐഡിയ, സീ യു ഓൺ സാറ്റർഡേ. എന്നാൽ നമുക്ക് ശനിയാഴ്ച കാണാം. അപ്പോൾ യു പറയാണ്, സീ യു സോൺ. ഓക്കെ, നമുക്ക് വേഗം തന്നെ കാണാം. അപ്പോഴാണ് ഫ്രണ്ട്സ് തമ്മിലുള്ള ചാറ്റാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 40 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആക്ടിവിറ്റി 2 ആണ്.
During the vacation, കുഞ്ഞി ചിരുത received an email from friend Antoinette. അങ്ങനെ വെക്കേഷൻ സമയത്ത് കുഞ്ഞി ചിരുതയ്ക്ക് ഒരു ഇമെയിൽ കിട്ടുകയാണ്. ആരാണ് ഇമെയിൽ അയച്ചത്? ഹെർ ഫ്രണ്ട് ആന്റണിറ്റ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കും. നമ്മൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സൊക്കെ സാധാരണ കത്തെഴുതുമ്പോൾ വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫ്രം ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? antonette12@mail.com to kunnichiruda@mail.com. ഓക്കെ, അപ്പോൾ എന്താണ് അവർ എഴുതിയിരിക്കുന്നത് നോക്കാം. ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മാർസൈൽസ് എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെദർ ഹിയർ ഈസ് ലവ്ലി ആൻഡ് ഐ വെൻറ്റ് പാഡിൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ് ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അപ്പോൾ പാഡിൽ ബോർഡിങ്ങിന് പോയി, പല പ്രാവശ്യം വീണു, പക്ഷേ അത് നല്ല രസമുള്ളൊരു കളിയായിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹൗ ഈസ് കേരള? കേരള എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. നിൻ്റെ എന്തൊക്കെയാണ് നീ അഡ്വെഞ്ചേഴ്സ് ചെയ്തതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. സേ ഹൈ ടു യുവർ മോം ഫോർ മീ. അമ്മയോട് ഹായ് പറയണം. ടേക്ക് കെയർ, ലവ് ആന്റണിറ്റ്. ഇത്രയാണ് ആന്റണിറ്റ് കുഞ്ഞിച്ചിരുതയ്ക്ക് എഴുതിയ ലെറ്റർ. അപ്പോൾ ഈ ലെറ്റർ കിട്ടിയപ്പം കുഞ്ഞിച്ചിരക്ക് ഭയങ്കര സന്തോഷമായല്ലേ. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷീ ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. അപ്പോൾ ഈ ഒരു ലെറ്റർ കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് മറുപടി അയക്കണം, റിപ്ലൈ അയക്കണം. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി, പേജ് നമ്പർ 15. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ മെയിൽ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫ്രം എഴുതണം, ടു എഴുതണം. നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ ആന്റണിറ്റും കുഞ്ഞിച്ചിരുതിൻ്റെ മെയിൽ അഡ്രസ്സ് നമുക്ക് എഴുതാം. നമുക്കത് അവിടെ തന്നെ ചേർക്കാം അല്ലേ. നമ്മൾ ആദ്യം എഴുതേണ്ടത് കുഞ്ഞിച്ചിരുതയാണ് എഴുതുന്നത് അല്ലേ, മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രം എടുത്ത സ്ഥലത്ത് എന്തെഴുതും? കുഞ്ഞിച്ചിരുത @mail.com. 2ൽ നമ്മൾ എന്തെഴുതും? antonette12@mail.com എന്ന് നമ്മൾ മെയിൽ അഡ്രസ്സ് എഴുതും. പിന്നെ എന്താ നമ്മൾ എഴുതുന്നത്? ഡിയർ ആന്റോണറ്റ്. അപ്പോൾ നമ്മൾ ആന്റോണറ്റിനാണ് എഴുതേണ്ടത്. അപ്പോൾ ഡിയർ ആന്റോണറ്റ് എന്ന് പറയും. ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇറ്റ് മേഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. ഓക്കെ, ബാക്കി ഇനി നമുക്ക് എഴുതാം. ഐ ആം വെരി ഹാപ്പി ടു ഗെറ്റ് യുവർ ഇമെയിൽ ഫ്രം മാർസെൽസ്. അപ്പോൾ മാർസെൽസ് നിന്ന് നിൻ്റെ ഇമെയിൽ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കേരള ഈസ് ബ്യൂട്ടിഫുൾ. കേരളം ബ്യൂട്ടിഫുള്ളാണ്, മനോഹരമാണ്. കേരള ഈസ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഐ ആം എൻജോയിങ് മൈ ഹോളിഡേയ്സ് ഹിയർ. ഞാൻ എൻ്റെ അവധിക്കാലം എൻജോയ് ചെയ്യാണ്. ഐ ആം എൻജോയിങ് മൈ ഹോളിഡേയ്സ് ഹിയർ. ഐ വെൻറ്റ് ടു സീ എ ഫേമസ് ബോട്ട് റേസ് വിത്ത് മൈ ഫാമിലി. ഞാൻ വള്ളംകളി കാണാൻ പോയി. എൻ്റെ കുടുംബത്തോടൊപ്പം വള്ളംകളി കാണാൻ ഞാൻ പോയി. ഐ ആം ഓൾസോ സ്വിമ്മിങ് ഇൻ ദ റിവർ ആൻഡ് ഈറ്റിംഗ് ടേസ്റ്റി ദോശാസ്. അപ്പം ഞാൻ പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ദോശ ഒക്കെ ഈറ്റ് ചെയ്യുന്നുണ്ട്. ഐ മിസ് യു ടു ആൻഡ് വാണ്ട് ടു സീ യു സൂൺ ഇൻ ന്യൂ ജേഴ്സി. എനിക്ക് നിന്നെയും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ന്യൂ ജേഴ്സിയിൽ കാണാൻ കഴിയും. ലവ് കുഞ്ഞിച്ചിരുത. നമ്മൾ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫ്രമും ടു അഡ്രസ്സ് എഴുതണം. പിന്നെ ഡിയോ ആർക്കാണോ എഴുതുന്നത് അത് എഴുതണം. പിന്നെ ലാസ്റ്റ് നമ്മൾ ആരാണോ എഴുതുന്നത് അതും എഴുതണം. വിത്ത് ലവ് കുഞ്ഞിച്ചിരുത. നമ്മൾ ആദ്യം എഴുതി ഡിയർ ആന്റണിറ്റ്, ലാസ്റ്റ് എന്ത് എഴുതിയേ? ലവ് കുഞ്ഞിച്ചിരുത. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി 3, റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് വായിക്കാനാണ്. അതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ. In fact, nearly half the students belonged to immigrant families. അപ്പോൾ 24 കുട്ടികളുണ്ട് ക്ലാസ് എന്ന് പറഞ്ഞു. അതിൽ പകുതി സ്റ്റുഡൻസും ഇമിഗ്രൻറ്റ് ഫാമിലീസ് ആണ്, അതായത് വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. ദേവർ സ്റ്റുഡൻസ് ഫ്രം കാനഡയിൽ നിന്നുണ്ട്, മെക്സിക്കോ, ഇറ്റലി ആൻഡ് UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. കുഞ്ഞിച്ചിരുത വാസ് ദ ഒൺലി ഇന്ത്യൻ. അപ്പോൾ കാനഡയിൽ നിന്നും, മെക്സിക്കോയിൽ നിന്നും, ഇറ്റലിയിൽ നിന്നും, UAE നിന്നും, ഈജിപ്തിൽ നിന്നും, ചൈനയിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ കുഞ്ഞിച്ചിരുത മാത്രമേ ഇന്ത്യയിൽ നിന്ന് വന്നായിട്ടുള്ളൂ
ഉള്ളൂ. ഓക്കെ, കുഞ്ഞിച്ചിരുത വാസ് ഒൺലി ഇന്ത്യൻ. അവിടെ ഇന്ത്യൻ എന്നുള്ളതൊന്ന് ബോൾഡാക്കി കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ദ ടേം ഇന്ത്യൻ ഡിനോട്ട് സംവൺ ഫ്രം ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പം വേറെ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ വന്ന ആൾക്കാരുടെ എന്താണ് പറയാന്നുള്ളതിനെ കുറിച്ചൊരു ലിസ്റ്റ് അതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, കാനഡ കനേഡിയൻ എന്നാണ് പറയുക. കാനഡയിൽ താമസിക്കുന്ന ആൾക്കാരെ കനേഡിയൻ എന്നാണ് പറയുക. ചൈന ചൈനീസ്, ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ, ജപ്പാൻ ജപ്പാനീസ്, മെക്സിക്കോ മെക്സിക്കൻ. നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ എന്ന് പറയുന്ന പോലെ കാനഡക്കാരെ കനേഡിയൻ എന്ന് പറയും, ചൈനക്കാരെ ചൈനീസ് എന്ന് പറയും, ഈജിപ്തിനെ ഈജിപ്ഷ്യൻ എന്ന് പറയും, ജപ്പാന് ജപ്പാനീസ് എന്ന് പറയും, മെക്സിക്കോയെ മെക്സിക്കൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ടാസ്കുള്ള എന്താണ് ആക്ടിവിറ്റി? കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇവിടെ ഫ്രാൻസ് തന്നിട്ടുണ്ട്. ഫ്രാൻസ് താമസിക്കുന്ന ആളെ നമ്മൾ എന്താ പറയുക? സ്പെയിനിൽ താമസിക്കുന്ന ആളെന്താ പറയുക? ജർമ്മനിയിൽ താമസിക്കുന്ന ആൾക്കാരെ എന്താ പറയുക? UAE താമസിക്കുന്ന ആൾക്കാരെ എന്താ പറയുക? അതാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? നിങ്ങളോട് ഈ ലിസ്റ്റിലേക്ക് 2 എണ്ണം കൂടി ആഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രാൻസിലുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രാൻസിലുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രഞ്ച് എന്ന് വിളിക്കാം. എന്താണ് ഫ്രഞ്ച്? FRENCH, ഫ്രഞ്ച്. ഇനി അടുത്തത് സ്പെയിനിലുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? സ്പാനിഷ്. ഓക്കെ, ജർമ്മനി ജർമ്മൻ. UAE എമിറേറ്റ്സ് എന്നാണ് പറയുക. എമിറേറ്റ്സ് തികച്ചും വ്യത്യസ്തമാണ്. UAE എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ്. അപ്പോൾ ആ എമിറേറ്റ്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 2 എണ്ണം കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. റഷ്യ ഉള്ള ആൾക്കാരെ നമ്മൾ റഷ്യൻ എന്ന് പറയും. അമേരിക്കൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രയാണ് പേജ് നമ്പർ 15ലുള്ള ആക്ടിവിറ്റി. ഇനി ലെറ്റ്സ് ഗോ ടു പേജ് 16. ഇനി നമുക്ക് പേജ് 16ലെ ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് അല്ലേ? ലെറ്റ്സ് ഹാവ് വൺ വിത്ത് വേർഡ്സ്. നോക്കാം. കുഞ്ഞിച്ചിരുത ആൻഡ് ഓൾട്ടർനേറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. അവർ രണ്ടാളും ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. എന്താണ് ഗെയിം? ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അവരുടെ നെയിമിൻ്റെ ഓരോ ലെറ്റർ അവരെടുത്തു. ഇപ്പോൾ കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KUN അങ്ങനെ ഓരോ വേർഡ് എടുത്തു അല്ലേ? ഓരോ ലെറ്റർ എടുത്തു. നെയിമിൻ്റെ ഓരോ ലെറ്റർ എടുത്തു. ഇപ്പോൾ KUN അങ്ങനെ ഓരോ ലെറ്റർ എടുത്തു. എന്നിട്ട് ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. പക്ഷേ എന്തെങ്കിലും അവരെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് സംഭവം പറയുന്ന ഒരു വേർഡ് കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, കെയും കുഞ്ഞിച്ചിരുത് സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ്. കുഞ്ഞിച്ചിരുതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? K ആണ്. അപ്പോൾ അതിന് കൈൻഡ് എന്നുള്ളൊരു പോസിറ്റീവ് നമുക്ക് കൊടുക്കാം. സംതിങ് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും. അപ്പോൾ ആൻറ്റോണറ്റിൽ വരുമ്പോൾ A ആണ് ഫസ്റ്റ്. അപ്പോൾ ആക്റ്റീവ് എന്ന് കൊടുക്കാം. അങ്ങനെ ഈ അവരുടെ ലെറ്ററിൻ്റെ നെയിമിൻ്റെ ലെറ്റർ ഫുള്ളും നമ്മൾ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കുഞ്ഞിച്ചിരുതയുടെ നോക്കുക. K കൈൻഡ്, U അണ്ടർസ്റ്റാൻഡിങ്, N നീറ്റ്, H ഹെൽപ്ഫുൾ, I ഫോർ ഇൻ്റലിജൻറ്റ്, C ഫോർ ക്യൂരിയസ്, H ഫോർ ഹാപ്പി. ഇനി I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാജിനേറ്റീവ്. ഇനി RUTHA. ഇത്രയും ലെറ്റേഴ്സിന് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളവിടെ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഇനി നമുക്ക് അടുത്തത് R ആണ് എഴുതേണ്ടത്. Rന് നമുക്ക് എന്ത് എഴുതാം? റെസ്പെക്റ്റ്ഫുൾ എന്ന് എഴുതാം. അതൊരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് നമുക്ക് U ആണ് എഴുതേണ്ടത്. യൂസ്ഫുൾ എന്ന് എഴുതാം. ഭയങ്കര ഉപകാരമാണ്. T ട്രൂത്ത്ഫുൾ എന്ന് എഴുതാം. ഓക്കെ, H ഹോണസ്റ്റ് എന്ന് എഴുതാം. A ഓസം എന്ന് എഴുതാം. ഇനി നമുക്ക് ഓൾട്ടർനേറ്റീവിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഓൾട്ടർനേറ്റീവിൻ്റെ A ഫോർ ആക്റ്റീവ്, N ഫോർ നൈസ്, T ഫോർ ടാലൻറ്റഡ്, O ഫോർ ഒപ്റ്റിമിസ്റ്റിക്, I ഫോർ ഇൻസ്പയറിങ്. ഇനി നമുക്ക് എഴുതേണ്ടത് NET. അപ്പോൾ നമുക്ക് N ഫോർ നോബിൾ, E ഫോർ എനർജറ്റിക്, T ഫോർ ട്രസ്റ്റ് വർത്തി, T ഫോർ തോട്ട്ഫുൾ, E ഫോർ എക്സലൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ B ക്വസ്റ്റ്യൻ ഉണ്ട്. നൗ ദ സെയിം ഫോർ യുവർ നെയിം.
നൗ ഡു ദ സെയിം ഫോർ യുവർ നെയിം. ഇനി നിങ്ങളുടെ പേരിന് ഇതേപോലെ എഴുതുക. ഓക്കെ, അർജുൻ എന്ന് വെച്ചാൽ എ ഫോർ ആക്റ്റീവ് എഴുതാം, ആർ ഫോർ റെസ്പോൺസ് എഴുതാം. അങ്ങനെ നമ്മുടെ പേരിനനുസരിച്ച് നമ്മൾ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിങ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞിച്ചിരുത. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ്. ഇനി താഴെ തന്നിരിക്കുന്നത് കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോ സെൻറ്റൻസ് വീതം എഴുതാൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ കൈൻഡ്, നമ്മൾ കുഞ്ഞിച്ചിരുത കെ ഫോർ കൈൻഡ് എന്ന് എഴുതിയല്ലോ. അപ്പോൾ കെ ഫോർ കൈൻഡ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ഗേൾ. നെക്സ്റ്റ് നമ്മൾ യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആണ് എഴുതിയത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. ഇനി അടുത്തത് എൻ ഫോർ നീറ്റ് ആണ്. അപ്പോൾ നമ്മൾ അതേപോലെ എച്ച് ഫോർ ഹെൽപ്ഫുൾ ആണ്. അതിനെ പറ്റിയിട്ടൊക്കെ ഓരോ സെൻറ്റൻസ് വീതം നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് നീറ്റാണ്. ഷീ ഓൾവേസ് കീപ്പ് ഹെർ ബുക്സ് ആൻഡ് ഹെർ റൂം നീറ്റ്. ഷീ ഓൾവേസ് കീപ്പ് ഹെർ ബുക്സ് ആൻഡ് ഹെർ റൂം നീറ്റ്. നെക്സ്റ്റ് വേർഡ് എന്താണ്? ഹെൽപ്ഫുൾ ആണ്. ഹെൽപ്ഫുള്ളിന് നമുക്ക് എന്ത് എഴുതാം? ഹെൽപ്ഫുൾ, ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ ഫ്രണ്ട് ടു എവരി വൺ. അവൾ നല്ല സഹായം ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരുന്നു. ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ ഫ്രണ്ട് ടു എവരി വൺ. നെക്സ്റ്റ് ഇൻ്റലിജൻറ്റ്. ഇൻ്റലിജൻറ്റ്, ഷീ ആൻസേഴ്സ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ് ക്വിക്ക്ലി. അവൾ ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം നൽകാൻ കഴിവുള്ള ബുദ്ധിയുള്ള കുട്ടിയാണ്. നെക്സ്റ്റ് ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്ത്? എല്ലാത്തിനെയും പറ്റി അറിയാനുള്ള ആഗ്രഹം. ഓക്കെ, ഷീ ഈസ് ക്യൂരിയസ് ടു ലേൺ അബൌട്ട് ന്യൂ പ്ലേസസ്. പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാൻ അവൾക്ക് ആകാംക്ഷയുണ്ട്. ഷീ ഈസ് ക്യൂരിയസ് ടു ലേൺ അബൌട്ട് ന്യൂ പ്ലേസസ്. നെക്സ്റ്റ് വരുന്നത് ഹാപ്പിയാണ്. ഹാപ്പി, ഷീ ഈസ് ഓൾവേസ് എ ഹാപ്പി ഗേൾ വിത്ത് എ ബിഗ് സ്മൈൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്യണം. അതിനെക്കുറിച്ച് സെൻറ്റൻസും ഉണ്ടാക്കണം. ഓക്കെ, അടുത്തത് യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയുള്ള എന്നർത്ഥമാണ്. കുഞ്ഞിച്ചിരുത ഹാസ് വെരി യുണീക്ക് നെയിം. കുഞ്ഞിച്ചിരുതയ്ക്ക് പേര് തന്നെ ഒരു വ്യത്യസ്തതയുള്ളതാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ ഫ്രണ്ട്സ് നെയിംസ്. മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ നെയിമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു പേരാണ് കുഞ്ഞിച്ചിരുതയുടെ. ഇനി നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് ട്രൂത്ത്ഫുൾ. ഷീ ഈസ് എ ട്രൂത്ത്ഫുൾ ഗേൾ ഹു ഓൾവേസ് ടെൽ ദ ട്രൂത്ത് ടു ഹെർ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. നല്ല സത്യസന്ധതയുള്ള കുട്ടിയാണ്. അവൾ അവളുടെ പാരൻസിനോടും അതേപോലെ ടീച്ചേഴ്സിനോടും എപ്പോഴും സത്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഡി. ഓക്കെ, സിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡി ആണ്. ആക്ടിവിറ്റി 4 4 ഉണ്ട്. എ ബി സി ഡി. ആദ്യത്തെ ആക്ടിവിറ്റി കുഞ്ഞിച്ചിരുതയുടെ പേര് വെച്ചിട്ട് ഓരോ ക്വാളിറ്റീസ് എഴുതാനാണ്. അപ്പം നമ്മൾ കുഞ്ഞിച്ചിരുതേൻ്റെയും ഓൾട്ടർനേറ്റിൻ്റെയും എഴുതി. പിന്നെ നമ്മുടെ നെയിമിനെ പറ്റിയിട്ടുള്ള ക്വാളിറ്റീസ് എഴുതാനാണ്. പിന്നെ സി വന്നിരിക്കുന്നത് നമ്മൾ ക്വാളിറ്റീസിനെ പറ്റി സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. ഇനി ഡി വന്നിരിക്കുന്നത് ലെറ്റ് us റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ്. അപ്പോൾ ഈ ക്വാളിറ്റീസ് വെച്ചിട്ട് കുഞ്ഞിച്ചിരുതയെക്കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് എഴുതാം. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. കുഞ്ഞിച്ചിരുത ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. ഷീ ഈസ് വെരി നീറ്റ് ആൻഡ് കീപ്സ് എവറിത്തിങ് ക്ലീൻ. ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ഇൻ ഹെർ സ്റ്റഡീസ് ആൻഡ് ക്യൂരിയസ് ടു നോ ന്യൂ തിങ്സ്. അവൾ സ്റ്റഡീസിലൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആണ്. അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂരിയസ് ആണ്, ആകാംക്ഷയാണ്. ഷീ ഈസ് ഓൾവേസ് ഹാപ്പി ആൻഡ് ലവ്സ് ഓൾ ഹെർ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ആണ്, അത് വായിച്ച് നോക്കാം. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ഓൾട്ടർനേറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. Imagine a new student from another country or state has just joined your school. നിങ്ങളുടെ സ്കൂളിൽ വേറെ രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിൽ നിന്നോ ഉള്ള ഒരു കുട്ടികൾ
നിങ്ങളുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. പുതിയ കുട്ടിയും നമ്മുടെ കേരളത്തിൽ നിന്നല്ല, പുതിയ വേറെ ഏതോ സ്റ്റേറ്റ്, തമിഴ്നാടിനോ കന്നഡയെന്നോ ബംഗാളിനോ എവിടുന്നോ ആണ്. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു എ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ? അപ്പം നിങ്ങൾ എങ്ങനെയാണ് അവരെ സഹായിക്കുക? ഈ പുതിയ സ്ഥലത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് വിൽ, ഷാൾ, ക്യാൻ ടു ഫ്രെയിം സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ നിങ്ങൾക്ക് വിൽ അല്ലെങ്കിൽ ഷാൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവളോട് ഈ സബ്ജക്റ്റിനെ കുറിച്ചും അത് സ്കൂളിനെ പറ്റിയിട്ടും ഫ്രണ്ട്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ് നൽകിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ഇപ്പുറത്ത് ഹിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ന്യൂ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കാം, റൂൾസിനെ പറ്റി പറഞ്ഞു കൊടുക്കാം, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫ്റ്റേറിയ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആ പുതിയ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? ഐ വിൽ ഷോ എയർ അറൗണ്ട് ദ സ്കൂൾ ചുറ്റുപാടും ഞാൻ കാണിച്ചു കൊടുക്കും. ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. ഐ ക്യാൻ ഹെൽപ്പ് ഹെർ ലേൺ അവർ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ ഭാഷ പഠിക്കാൻ അവളെ സഹായിക്കും. ഐ ഷാൾ ടെൽ ഹെർ എബൌട്ട് അവർ ഇമ്പോർട്ടൻറ്റ് സ്കൂൾ റൂൾസ്, സ്കൂളിലുള്ള റൂൾസിനെ പറ്റിയിട്ടൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഐ വിൽ ടേക്ക് ഹെർ ടു ദ സ്കൂൾ ലൈബ്രറി ആൻഡ് കഫറ്റേറിയ, ഞാൻ അവളെ സ്കൂൾ ലൈബ്രറിയിലേക്കും അതേപോലെ തന്നെ കഫറ്റേറിയയിലേക്കൊക്കെ കൊണ്ടുപോകും. ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ഓൾ അവർ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി 5 കഴിഞ്ഞു. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. But she had picked up English with an amazing speed. In this sentence, the pair picked and up together. Picked up means learned or acquired. ആ സെൻറ്റൻസ് വായിച്ചാൽ എന്താണ് മനസ്സിലാവുന്നത്? ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. വിത്ത് ആൻ അമേസിങ് സ്പീഡ്, അത്ഭുതകരമായ വേഗത്തിൽ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. അവിടെ പിക്ഡ് അപ്പ് അങ്ങനെ 2 വേർഡ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. പിക്ഡ് അപ്പ് അത് ഒന്നിച്ചാണ്, പെയറായിട്ടാണ് പിക്ഡ് അപ്പ്. അപ്പോൾ പിക്ഡ് അപ്പ് എന്ന് ഒന്നിച്ച് പറയുമ്പോൾ എന്താണ്? ലേൺഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പഠിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഇതേപോലെ തന്നെ എ ഫ്യൂ സച്ച് പെയർസ് ഓഫ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ നമ്മുടെ കുറച്ച് വേർഡ്സ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ദോസ് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിൽ ആ എക്സ്പ്രഷൻ വരുന്ന സെൻറ്റൻസ് നിങ്ങളോട് പിക്ക് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്നത് കം അക്രോസ് ആണ്. കം അക്രോസ് ആൻഡ് സ്വിച്ച്ഡ് ഓവർ. ഇവിടെ കം അക്രോസിന് നമുക്ക് എന്തെഴുതാം? ആ സെൻറ്റൻസ് വരുന്നത് എന്താണ്? കുഞ്ഞു ചിരിത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. ഓക്കെ. ഇനി സ്വിച്ച്ഡ് ഓവർ എന്താണ് സെൻറ്റൻസ് വരുന്നത്? സ്റ്റോറിയിലുള്ള എന്താണ്? പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പെട്ടെന്ന് തന്നെ മലയാളത്തിലേക്ക് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ. ഇനി അതേപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ എന്താണ്? റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻ യൂസ്ഡ്. അപ്പോൾ കോൺവെർസേഷന് വായിച്ചിട്ട് അങ്ങനത്തെ എക്സ്പ്രഷൻ യൂസ് ചെയ്തത് നമ്മളോട് കണ്ടുപിടിക്കാനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞിച്ചിരുതോയുടെ എന്താ പറയുന്നത് നോക്കാം. ഹായ് എവരി വൺ, ഓൺ ടെനിറ്റ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്, ലെറ്റ്സ് ഡു സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഇവിടെ 2 വേർഡ്സ് പെയറായിട്ട് വരുന്നത് എന്താണ്? കമ്മിങ് അപ്പ് അല്ലേ? ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. അപ്പം കമ്മിങ് അപ്പ് നമുക്ക് എഴുതാം. അപ്പം ജയ്ക്ക് പറയും വി ക്യാൻ പിക്ക് അപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹെർ. അവിടെയും പിക്ക് അപ്പ് വന്നു. ഓക്കെ. ആൻഡ് വി ക്യാൻ ടേക്ക് ഹെർ ഔട്ട് ടു ഈറ്റ് അറ്റ് ഹെർ ഫേവറേറ്റ് കഫേ. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് വന്നു? ടേക്ക് ഹെർ ഔട്ട്. അതും ഒരു പെയറായിട്ട് വരുന്നതാണ്. ഗ്രേറ്റ്, ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ്. ഓക്കെ. നെക്സ്റ്റ്, ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. വാട്ട് അബൌട്ട് എ ബുക്ക്? അപ്പോൾ ലുക്ക്, ഐ വിൽ ലുക്ക് ഫോർ. ഓക്കെ.
ഗുഡ് ഐഡിയ. വി ക്യാൻ ചെക്ക് ഔട്ട്. അപ്പോൾ ചെക്ക് ഔട്ട് ഒരു പേരായിട്ട് വരുന്നതാണ്. ദ ബുക്ക് സ്റ്റോർ ടു ഫൈൻഡ് വൺ ഷീ വിൽ ലൈക്ക്. വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷീ ഡസിൻറ്റ് ഹാവ്. അപ്പോൾ അവിടെ ലുക്ക് അപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് എ കേക്ക് ടു. ഐ ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഓഫ് അറ്റ് ഹെർ ഹൗസ്. അപ്പം ഡ്രോപ്പ് ഇറ്റ് ഓഫ് ഒരു പെയറാണ്. നെക്സ്റ്റ്, പെർഫെക്റ്റ്. വി വിൽ ടേക്ക് ഹെർ ടു കം ബാക്ക് ടു ദ കഫേ ആഫ്റ്റർ സ്കൂൾ ആൻഡ് വി വിൽ സർപ്രൈസ് ഹെർ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. കീപ് ദ സീക്രറ്റ്. അപ്പോൾ ഗെറ്റ് ഡൂയിങ് അവിടെ പെയറായിട്ട് നമുക്ക് എഴുതാം. ആക്ടിവിറ്റി 7 നമുക്ക് നോക്കാം. ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ആസ്ക് എവറി വൺ ടു സേ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിയർ ഹോം കൺട്രി. Ben from Italy goes first. Let us listen to what he has to say about his country. അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാവരോടും എന്താണ് അവരുടെ കൺട്രീനെ കുറിച്ച് പറയാൻ. അപ്പം ഇറ്റലിയിൽ നിന്ന് വന്ന ആരാണ്? ബെൻ ഫ്രം ഇറ്റലി. അവരെ പിന്നെ രാജ്യത്തെ പറ്റിയിട്ടും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ പറയാണ്. I am from Italy. It is a beautiful country. It's a capital. അപ്പോൾ ആ ഒരു ഇറ്റലീനെ കുറിച്ചും അവിടുത്തെ എന്താ പറയുക ക്യാപിറ്റൽ, അവിടുത്തെ ഫ്ലാഗ് എന്താണ്, അവിടുത്തെ മേജർ ലാംഗ്വേജ് എന്താണ്, പിന്നെ പോപ്പുലർ ഫുഡ് ഐറ്റംസ് എന്താണ്, പിന്നെ അവിടെ ഫേമസ് പ്ലേസസ് എന്താണ്, സെലിബ്രേഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ബെൻ പറയണം. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് ഓൾട്ടർനേറ്റീവിന് പറയണം. അപ്പോൾ സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ്.